ആദില നൂറ, രേണു സുധി, ഇതാണ് ടോപ്പിക്. അക്ബറിന് ഒരു കോള് വീട്ടിൽ നിന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ കൊണ്ടു ചെന്നിട്ട് അക്ബറിനെ ആങ്കർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ദേഷ്യം വന്ന് ഈ അലറിപ്പൊട്ടി സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് തെറി വിളിച്ച് ബാക്കിയുള്ളവരുടെ നെഞ്ഞത്ത് കയറുന്ന ആ പരിപാടി ഒന്ന് നിർത്തിക്കോ മോനെ എന്നുള്ളത് ബിഗ് ബോസ് ഉപദേശിക്കുന്നതിന് പകരം വീട്ടിൽ നിന്ന് ഉമ്മേനെ വിളിച്ചിട്ട് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറുമല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അക്ബറിന് അങ്ങനെ ഒരു പ്രിവിലേജ് കൊടുത്തു എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇറ്റ്സ് എ പ്രിവിലേജ്. ബിഗ് ബോസ് ഹൗസിനകത്ത് ആർക്കും അങ്ങനെ കിട്ടാത്തൊരു പ്രിവിലേജാണ് ഷാനവാസിനും അക്ബറും കിട്ടിയിട്ടുള്ളത്. വീട്ടിൽ നിന്നുള്ള 2 ഫോൺ കോള് അതവർക്ക് ഭയങ്കര പ്രിവിലേജാണ്. ഒരു ഭയങ്കര എന്താ പറയുക, അതൊരു ഭയങ്കര ബൂസ്റ്റാണ് അവർക്ക്. ബാക്കിയുള്ളവരൊക്കെ വീട് വിട്ട് നിൽക്കുന്ന ഇപ്പോൾ രേണു സുധീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൊട്ടി തകർന്നിരിക്കുകയാണ് അവരൊക്കെ. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് പുറത്ത് കാണിക്കാതെ ഉള്ളിൽ പൊട്ടി തകർന്നവരും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ മരുഭൂമിക്ക് നീരുറവ വരുന്ന പോലെയാണ് വീട്ടിൽ നിന്നുള്ളൊരു കോള്. അക്ബറിന് ആങ്കർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കോള് കിട്ടിയതോട് കൂടിയിട്ട് അക്ബറിന് സമാധാനമാണ്. പക്ഷെ ആ കോളിൽ സമാധാനം പോയ 2 ആൾക്കാരാണ് ആദിലയും നൂറി. ആ കോള് ടെലികാസ്റ്റ് ചെയ്ത സമയത്തോ അല്ലെങ്കിൽ ലൈവിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കാണുമ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, ഇത് ഫുള്ള് കാണിക്കൂ. ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും ഫുള്ള് വരില്ല. ഞാൻ അന്നത്തെ എൻ്റെ റിവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പോർഷനിൽ ഒരു കട്ട് വന്നിട്ടാണ് ആ ഒരു കോള് ടെലികാസ്റ്റ് ചെയ്തത്, അതായത് എപ്പിസോഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ലൈവ് വേർഷൻ കണ്ട കുറച്ച് ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഈ കോൾ എൻഡ് ആവുന്നതിന് ലൈക്ക് കുറച്ചാണ് പോകുന്ന ആ വഴിക്ക് ഓക്കെ ഈ ഉമ്മ നേരെ അക്ബറിനോട് പറയുന്നുണ്ട്, ആദിലേടിയും നൂറിയും കൂടെ നീ വൈകുന്നേരമൊക്കെ പോയി ഇരിക്കുന്ന ഇരിപ്പൊക്കെ ഒന്ന് നിർത്തണം എന്നുള്ളൊരു ഡയലോഗ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് ലൈവിൽ ആദിൽ എന്നെ പറയുന്നതിൻ്റെ ഒരു ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം. കേട്ടില്ല. ഉമ്മയുടെ വിളി ഉണ്ടായിരുന്നില്ലേ, അതിൽ ലാസ്റ്റിലോട്ട് പറഞ്ഞു, അവനോട് പറഞ്ഞില്ലേ, ലാസ്റ്റിലോട്ട് പറഞ്ഞിരുന്നു അന്തിക്ക് അതിലെ നൂറായിട്ടുള്ള സംസാരമൊന്നും വേണ്ട. എല്ലാവരും കൂടെ പറഞ്ഞെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കുന്നു. ഇപ്പൊ നമ്മളായോണ്ടാണോ അറിയില്ല. അപ്പൊ അതൊരു പേരെടുത്ത് പറഞ്ഞു കേട്ടില്ല. ഓക്കെ, ഇത് ലൈവിൽ എല്ലാവരും ഇവർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ലൈവ് കണ്ടവരെന്താണെങ്കിലും കണ്ടിട്ടുണ്ടാവും. അത് നമുക്ക് എന്തായാലും കാണിച്ചിട്ടില്ല. ബട്ട് ആ കോൾ എന്തിനാണ് ഇവരെ കംപ്ലീറ്റ് കാണിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. മേ ബി ഒരു സുതാര്യതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും കണ്ടസ്റ്റൻസിന് ആ ഒരു കോൾ കാണിച്ചു കൊടുത്തത്. പക്ഷെ ആ കോളിനിടയിൽ ഇങ്ങനൊരു കാര്യം ആ ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാനോട് ഞാൻ ഉമ്മാനെ തെറ്റ് പറയുന്നില്ല. അവർ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ചിന്താഗതി ആയിരിക്കും. മകനാ ബിഗ് ബോസ് ഹൗസിനകത്തല്ലേ, ഒറ്റപ്പെട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ അന്തിക്ക് പോയിട്ട്, അന്തി മീൻസ് നൈറ്റിലൊക്കെ പോയിട്ട് അതിൽ അനൂറയോട് സംസാരിക്കുന്നത് എന്തിന്? മേ ബി അവരുടെ ഒരു ജെൻഡർ ആസ്പെക്റ്റ് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വിശ്വാസികളായ ഇസ്ലാം മതസ്ഥരുടെ മുന്നിൽ ഇവർ ലെസ്ബിയൻ കപ്പിൾസ് ഭയങ്കര തെറ്റ് ചെയ്തവരാണ്. പല ഉസ്താദുമാരൊക്കെ ഇരുന്ന് വീഡിയോ ഇടുന്നുണ്ട്. മേ ബി ഉമ്മിയും ഈ പറഞ്ഞ പോലെ പ്രായമായ ആളാണ്, പ്രായമായ ചിന്താഗതിയാണ്. അവർക്ക് സ്വന്തം മകൻ അങ്ങനത്തെ ഒരു ലെസ്ബിയൻ കപ്പിൾസിൻ്റെ ഒപ്പം രാത്രി പോയിരുന്ന് സംസാരിക്കുന്നത് സൊസൈറ്റിയിൽ ബാക്കിയുള്ളവർ കാണുമ്പോൾ എന്താ എൻ്റെ മോൻ അപ്പുറത്ത് പോയിരുന്നിട്ട് ഓരോട് സംസാരിക്കണേ എന്നുള്ളൊരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എന്താ അറിയുമോ, അതെന്തിനാണ് ഇപ്പം ഈ ആദില നോറ അടക്കമുള്ള കണ്ടസ്റ്റൻസിന് അത് എന്തിനാണ് ആ കോള്? ഓക്കെ, കോള് നിങ്ങൾ കണക്ട് ചെയ്തു, കോള് നിങ്ങൾ എന്താ പറയുക അക്ബറിനൊരു ചേഞ്ച് വരാനാണെങ്കിൽ അങ്ങനെ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ പ്രിവിലേജ് നിങ്ങൾ കൊടുത്തു. ബട്ട് എൻഡ് ഓഫ് ദ ഡേ അത് ആ കണ്ടസ്റ്റൻസിനെ കാണിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ കോൾ ഒരു പോർഷൻ മോനെ നീ ദേഷ്യപ്പെടരുത്, ആ ഒരു സാധനത്തിന് മുകളിൽ നിർത്താൻ പറ്റിയിരിക്കണം. അല്ലാതെ ഇവർക്കത് ഇവർ ഒരു കണ്ടസ്റ്റൻറ്റ് കയറിയപ്പോൾ മറ്റേ കണ്ടസ്റ്റൻസ് ഡൗൺ ആയി കണ്ടില്ലേ. അവർക്കത് ഓബിയസ്ലി ഭയങ്കര ഹേർട്ടാണ്. ആ വീട്ടിലെ എല്ലാവരെയും കാര്യമില്ല, ഉമ്മ പോയിൻ്റ് ഔട്ട് ചെയ്തത് ആദിലേനെയും നോറേനെയും ആവുമ്പോൾ അവർക്ക് ഭയങ്കര ക്വസ്റ്റ്യൻസ് മനസ്സിൽ വരില്ലേ, അതെന്തുകൊണ്ടായിരിക്കണം ഒരു ഉമ്മ അങ്ങനെ പറഞ്ഞ്. പുറത്തുള്ള ഫാമിലി ഓഡിയൻസ് അപ്പം ഞങ്ങളെ കാണുന്ന വ്യൂ പോയിൻ്റ് എന്താ, നമ്മളെക്കുറിച്ചുള്ള തോട്ട്സ് എന്തൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ പല സാധനങ്ങളും അവരുടെ മൈൻഡിൽ പോകും. ഇന്നൊരു പേജിൽ BB പേജിൽ വന്നൊരു പോസ്റ്റ് ചെയ്യാൻ സൈഡിൽ വയ്ക്കാം. ഹൗസിലെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ റിലേറ്റീവ് വിളിക്കുമ്പോൾ എസ്പെഷ്യലി അത് വായിക്ക് കൺട്രോൾ ഇല്ലാത്ത പ്ലസ് പഴകിയ ചിന്താഗതിയുള്ള ആൾക്കാരാകുമ്പോൾ ഒന്നുകിൽ അത് അവരുടെ കണ്ടസ്റ്റൻറ്റും തമ്മിൽ പേഴ്സണൽ ടോക്കായി മാത്രം കാണിക്കുക, അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് അനാവശ്യമായി ഒന്നും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. അല്ലാതെ അവരുടെ വായിൽ നിന്ന് വന്നത് കണ്ടസ്റ്റൻസ് എല്ലാം കേൾക്കുകയും ചെയ്ത് ബട്ട് അത് ആ കണ്ടസ്റ്റൻറ്റിന് നെഗറ്റീവ് ആവും എന്ന് വിചാരിച്ച് എപ്പിസോഡിൽ നിന്ന് മുക്കുന്നത് വളരെ മോശം ഏർപ്പാടാണ്. അല്ല, അത് സീരിയസ്ലി നിങ്ങളുടെ എന്താ പറയുക എഡിറ്റേഴ്സിന്
എനിക്ക് തോന്നുന്നത് ആ ഒരു സോനം മാറ്റിയത് തന്നെ ആ ഒരു ഇൻറ്റൻഷൻ കൊണ്ടായിരിക്കും. കാരണം ഇത് പുറത്ത് വരുമ്പോൾ ഓബിയസ്ലി നമ്മളെപ്പോലുള്ളവർ അത് ക്രിട്ടിസൈസ് ചെയ്യും, അല്ലെങ്കിൽ കാണുന്ന ജനങ്ങളത് ക്രിട്ടിസൈസ് ചെയ്യും. അത് വേണ്ട വെച്ച് മാറ്റിയതായിരിക്കാം. ഓക്കെ, അത് കറക്റ്റ് കാര്യമാണോ പറഞ്ഞിട്ടുള്ളത്. എസ്പെഷ്യലി ആ ടോക്ക് കൊണ്ട് അതിൽ പറഞ്ഞിരുന്ന കണ്ടസ്റ്റൻസ് ഓൾറെഡി എഫക്റ്റഡ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ തുമ്പും വാലും ഇല്ലാതെ കണ്ടൻറ്റ് പുറത്ത് പോരുമ്പോൾ അവർ ചുമ്മാ കരഞ്ഞു മെഴുകുക എന്നുള്ള ഓഡിയൻസ് വിചാരിക്കും. സത്യം, ഇന്നലെ ഞാൻ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ വീഡിയോ റിവ്യൂ കണ്ടവർക്ക് അറിയാം, ഞാൻ ആ അക്ബറിൻ്റെ ആസ്പെക്റ്റിലല്ല എനിക്കത് മനസ്സിലായത്. ഞാൻ നോക്കുമ്പോൾ ഇത് ഷാനവാസ് അന്ന് എന്തോ പറഞ്ഞതിൻ്റെ മുകളിൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഇവരെന്തിനാണ് ഇപ്പം ഇരുന്ന് കരയുന്നത് എന്നുള്ളതാണ് ഞാൻ സത്യത്തിൽ വിചാരിച്ചു പോയത്. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞതിന് ശേഷം പിന്നെയാണ് ആളുകൾ പറയുന്നത് അത് അക്ബറിൻ്റെ ഉമ്മ സംസാരിച്ചതാണ് ബ്രോ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ എല്ലാവരും ലൈവ് കാണില്ല, എല്ലാവരും 24/7 കാണുമോ? ഇല്ല. ഈ പറഞ്ഞ എപ്പിസോഡ്, ടി വിയിൽ വരുന്ന എപ്പിസോഡ് മാത്രം കാണാനിരിക്കുന്ന ഒരു മോസ്റ്റ് മെജോറിറ്റി വലിയൊരു ക്രൗഡ് ഉണ്ട് ഇവിടെ. ആളുകൾക്ക് ഒരിക്കലും കണക്റ്റ് ആവില്ല. ഞാനിത് ഫ്രം ദ ഡേ വൺ പറയുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അടിപൊളിയാണ്. എപ്പിസോഡ് കട്ട്സ് വരുമ്പോൾ വാലും തുമ്പും ഇല്ലാതെയാണ് പല കാര്യങ്ങളും പോകുന്നത്. ആകെ 1-2 എപ്പിസോഡുകൾ മാത്രമാണ് കിണ്ണനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാത്തതൊക്കെ എവിടേക്കോ ഒരു ക്ലാരിറ്റി കമ്മി, എവിടേക്കോ ഒരു എന്താ പറയുക ചേർച്ചയില്ലാത്ത പോലെ, എഡിറ്റ്സ് ശരിയാവാത്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ അതിൽ ഇഗ്നോറി ഇരുന്ന് കരഞ്ഞപ്പോൾ എത്ര പേര് അത് മനസ്സിലാക്കാതിരുന്നിട്ടുണ്ടാവും. ഒരു ചുമ്മാ ക്യാമറ സ്പേസ് കിട്ടാതിരുന്ന് കരഞ്ഞ അവരുടെ ഫീലിങ്സ് ആണ് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ആളുകൾക്ക് മനസ്സിലായാലേ അവരുടെ ഫീലിങ്സിൻ്റെ ഒപ്പം ആളുകൾക്ക് പോകാൻ പറ്റും. അങ്ങനെ സാധനമില്ലേ, അതൊരു ഫെയർ സാധനമാണ്. ഇത് അക്ബറിനും അവരുടെ ഫാമിലിക്കും നെഗറ്റീവ് ഇമേജ് വരുത്തിക്കാൻ ആദിലയും നൂറയും നെഗറ്റീവ് ആക്കാൻ ഇട്ട് കൊടുക്കുന്ന പോലെ ഉള്ള ഏർപ്പാടാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അക്ബറിൻ്റെ ഫാമിലിയായിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അക്ബർ സംസാരിച്ചു, അക്ബർ ഓക്കെ ആയിരിക്കും. പക്ഷെ ആദില നോറയ്ക്ക് ഇതൊരു ഭയങ്കര ഹേർട്ടായി എന്നുള്ളത് അവർ തമ്മിൽ ഇന്നലെ ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ തന്നെ നമുക്ക് ഭയങ്കര ക്ലിയറാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ അത് ടെലികാസ്റ്റ് ചെയ്ത ആ ഒരു സ്ഥലം മുതൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അവരിരുന്ന് കരഞ്ഞ് പറയുന്നുണ്ട് ആ പാവങ്ങൾ. നമ്മളെ ഫാമിലിക്ക് തന്നെ നമ്മളെ മനസ്സിലായിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുറത്തുനിന്ന് ഒരു ഫാമിലിക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല എന്നാണ് അവർ പറയുന്നത്. അത് സത്യം തന്നെയാണ്. അവരങ്ങനെ തന്നെ ചിന്തിക്കുക, അവരുടെ ചിന്ത അങ്ങനെ പോവൂ. മനസ്സിലായില്ലേ? അവർക്ക് അതിനുള്ളൊരു എന്താ പറയുക, ചിന്തിക്കാൻ പോലുള്ളൊരു ഫ്രീഡം കിട്ടുന്നില്ല, ഒരു പ്രിവിലേജ് ഇല്ലാത്ത രണ്ടാളുകൾ. പൂമ്പാറ്റകളിൽ നിന്ന് നമുക്ക് വിളിക്കാം, അവരെ വർണ്ണിക്കാം, അല്ലെങ്കിൽ അവരെ പൂമ്പാറ്റകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര പ്രൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ അവർ ഈ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്നൊരു എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ട് മൊത്തം ഈ ഷോയിൽ അവർ വന്നിരിക്കുന്നത് വരെ അവരുടെ എക്സിസ്റ്റൻസിൻ്റെ, അവരുടെ വിസിബിലിറ്റീൻ്റെ ഭാഗമായിട്ട്, അവർക്ക് ആ ഒരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നിരിക്കുമ്പോൾ ആ ഫൈറ്റ് തന്നെ ഇല്ലാതാവുന്ന പോലെ, അല്ലെങ്കിൽ അതിന് ഇല്ലാതാക്കുന്ന പോലെയുള്ളൊരു സാധനം, അത് നോട്ട് ആക്സെപ്റ്റബിൾ ആണ്. നേരത്തെ തന്നെ അക്ബർ ഖാൻ്റെ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലി ഞാൻ ഭയങ്കര ഡൗൺ ആയി. ഞാൻ ചത്തുപോയില്ല എന്നേ ഉള്ളൂ. കാരണം ഞാൻ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഹെയ്റ്റ് ഫ്രം സംവൺ എൽസ്. ഓക്കെ, ഒരാൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മളുടെ സെക്ഷുവാലിറ്റി, നമ്മളെ ഐഡൻറ്റിറ്റി ആൻഡ് ഹൂ വി ആർ. അതുപോലെ ബാധിക്കുന്നില്ലെങ്കിലും അതുപോലെ ബാധിക്കുന്നില്ലെങ്കിലും ഓൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വാട്ട് വി ക്യാൻ ഡു. എനിക്കറിഞ്ഞൂടത്. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഫാമിലിക്ക് അങ്ങനെ എന്തെങ്കിലും തകരാറുണ്ടോ, നമ്മളോരോട് മിണ്ടേ എന്തെങ്കിലും തമാശ പറയുകയൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടോ സീരിയസ്ലി എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ അപ്പാക്കുമാക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ മറ്റുള്ളവരുടെ ആൾക്കാരെ മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കുന്നതിൽ എന്തിതാ ഉള്ളതെന്ന്. ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മളൊരു കുടുംബം പോലെ കണ്ട ആൾക്കാർ, വീട്ടുകാരും കുടുംബക്കാരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു വിഷമം. ഞാൻ പറഞ്ഞു, ആ ഒരു ഉമ്മ പറഞ്ഞത് ഉമ്മാൻ്റെ വേർഷനാണ്, ഉമ്മാൻ്റെ ചിന്താഗതിയാണ്. ഉമ്മാനെ ഞാൻ കുറ്റം പറയുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഇത് അവരിലേക്ക് എത്താതെ ഇരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അങ്ങനെ സംഗതിയില്ല. ഇത് അവരിലേക്ക് എത്താതെ ഇരിക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ അവിടെ നടന്നില്ല. സത്യത്തിൽ ഭയങ്കര സങ്കടമായി പോയിട്ടോ. അവരാ കരയുന്നതും അവരുടെ ഇമോഷൻ. ഇന്നലെ എനിക്കത് കണക്റ്റ് ആയില്ല, പക്ഷേ ഇന്ന് എനിക്കതിങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുന്നത്, എല്ലാവർക്കും എല്ലാതരം പ്രിവിലേജും ഉണ്ടല്ലേ. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെട്ട ഗേ ആണെങ്കിലും ലെസ്ബിയൻ ആണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ഒക്കെ അവർക്കൊന്നും ഞാൻ പറയട്ടെ പ്രിവിലേജ് ഉണ്ട് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അവർക്ക് എന്ത് പ്രിവിലേജാണുള്ളത്? ഒരു പ്രിവിലേജും ഇല്ല അവർക്ക്. എന്ത് വിസിബിലിറ്റി ആയിട്ടുള്ള ഒരു വിസിബിലിറ്റിയും കിട്ടുന്നില്ല. ഇങ്ങനെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കിട്ടിയാലടക്കം അവർക്ക് കിട്ടുന്നത് അധികം സൈബർ ബുള്ളിങ് ആയിരിക്കും. ഭയങ്കരമായ സൈബർ ബുള്ളിങ്. അതിനപ്പുറം അവർക്കൊന്നും കിട്ടാൻ പോണില്ല. ഒളിച്ചും പാത്തുമുള്ള പിന്നെ കുറേ വർത്താനങ്ങൾ. അതിനപ്പുറം എന്ത് കിട്ടാൻ ഒന്നും കിട്ടാൻ പോലുള്ള വാങ്ങൊക്കെ. അതിൽ നൂറയുടെയും കാര്യത്തിൽ എസ്പെഷ്യലി എന്തൊക്കെയാണ് വരുന്നത്, എത്ര ആൾക്കാർ എന്തൊക്കെയോ പോസ്റ്റുകൾ. ഞാൻ സൈഡിലൊരു പോസ്റ്റൊക്കെ വയ്ക്കുക. ഇതിനൊക്കെ എന്താ പറയേണ്ടത്? ഒരമ്മ ഒരു
കുട്ടി ഇരുന്ന സമയത്ത് കുട്ടി അമ്മയോട് ചോദിച്ചു എനിക്ക് ആദിലെയും നോറയെ പോലെ ആകണം. അപ്പം അമ്മ എന്ത് പറഞ്ഞു കൊടുക്കും? അമ്മ പറഞ്ഞു കൊടുക്കണം, മോളെ ദേ ആർ ലെസ്ബിയൻസ്, സ്ത്രീക്ക് സ്ത്രീയോട് തോന്നുന്ന ഒരു തരം ഫീലിംഗ് ആണത്, അതെല്ലാവർക്കും തോന്നില്ല, അത് വളർന്ന് വലുതാവുമ്പോഴൊക്കെ സംഭവിക്കുന്ന ഓരോ ചേഞ്ചുകളാണെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ പോരെ. അതിനെന്ത് ഇത്ര വലിയ പഠിക്കാനുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കുറേ മതമാണ് ഇവിടുത്തെ പ്രശ്നം. മതത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് മതത്തിലുണ്ട് കിടന്നുറങ്ങി നീച്ച് വരുന്നവർക്ക് മാത്രമാണ് ഇതിൻ്റെ മുകളിൽ ഇത്ര കുരു പൊട്ടുന്നത്, ഇവരെ കാണുമ്പോൾ കുറേ ഇളകുന്നത്, അല്ലാതെ ഒന്നുമല്ല. ഇനി അടുത്ത ഇത് രേണുസുധിയുടെ കേസാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോ പറയുന്നുണ്ട്, എനിക്ക് അവരെവിടേക്കോ എന്താ പറയുക, ഇവരിങ്ങനെയാണ്, ഓക്കെ, അവരാ ഒരു എന്താ പറയുക, അവരത്രേ ഉള്ളൂ, രേണുസുധി അത്രേ ഉള്ളൂ. ഈ എക്സിസ്റ്റൻസിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന, സർവൈവലിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന നോണയും ഇവിടെ പറയുന്ന അവിടെ പറയലും പറഞ്ഞു തന്നെ മാറ്റി പറയലും പരിപാടികളാണ് തോന്നുന്നു. പിന്നെ കുറേയൊക്കെ ആദ്യം വന്ന സമയം മുതൽ ക്യാമറ നോക്കി കുറേയൊക്കെ ഈ പറഞ്ഞ എന്താ പറയുക പഠിച്ചു വന്ന ഐറ്റംസ് ഉണ്ടല്ലോ. കരയണമെങ്കിൽ ക്യാമറ നോക്കി കരയാം, വർത്തമാനം മുഴുവൻ ക്യാമറ നോക്കി പറയാം, അല്ലെങ്കിൽ സുധിച്ചേട്ടനെ കുറേ വിളിച്ച് നടക്കാം, കുട്ടികളെ ആ ഒരു കണ്ടൻറ്റ് പിടിച്ച് പോകുമായിരുന്നെങ്കിൽ ഇപ്പം അവരില്ല. അവർ ബിഗ് ബോസ് ഹൗസിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അവർ ഇന്ന് കൺഫെഷൻ റൂമിൽ കയറിയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ചേട്ടനെ ഇങ്ങനെ ടി വിയിൽ കാണിക്കുമ്പോഴത്തേന് കുഞ്ഞോർക്കുന്നപ്പം ചേട്ടൻ മരിച്ചു, അച്ഛൻ മരിച്ചു, പക്ഷെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നത്, കുഞ്ഞെന്നെ ടി വി കാണുമ്പോൾ അവൻ ഓർക്കും ഇനി ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവൻ അറിയില്ല. അപ്പം വീട്ടിലൊന്ന് പറയാവോ, അവനോട് പറയണം. ഋതപ്പ അമ്മയ്ക്ക് നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. ഇപ്പം ബിഗ് ബോസിനോട് സംസാരിച്ചപ്പം മൈൻഡ് നല്ല സ്ട്രോങ് ആയി. ഞാൻ ഇവിടെ നിൽക്കും, എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ നീതി പുലർത്തും, അവർക്ക് വേണ്ടിയിട്ട്. അതുപോലെ എത്രത്തോളം പ്രേക്ഷകർ എന്നെ ഇവിടെ നിർത്തുന്നോ അത്രത്തോളം രേണുസുധി നിൽക്കും. സത്യം പറഞ്ഞാൽ ഇപ്പം ബിഗ് ബോസ് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ മെൻ്റലി സ്ട്രോങ്. ഈ ബിഗ് ബോസ് വീട്ടിൽ സർവൈവ് ചെയ്തൊരു വ്യക്തി എന്നുള്ളവർക്ക് ഞാൻ പറയാം, ചില ആളുകൾക്ക് ആ വീട്ടിനകത്ത് കൺഫെഷൻ റൂം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ബിഗ് ബോസിനോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ വീട്ടിൽ ബ്രദറിനോടോ സിസ്റ്ററിനോടോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അമ്മയോടോ അച്ഛനോടൊക്കെ സംസാരിക്കില്ലേ, അതുപോലത്തെ ഒരു സമാധാനം കിട്ടലാണ് പലർക്കും ആ ബിഗ് ബോസ് വീട്ടിനകത്തൊരു കൺഫെഷൻ റൂം എന്ന് പറയുന്നത്. അതുകൊണ്ട് കൺഫെഷൻ റൂം പോണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സീസണിലൊക്കെ, പല സീസണിലും കണ്ടിട്ടുണ്ട്. ഞാനത് കണ്ട എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കാരണം മണിക്കൂറുകളോളം കൺഫെഷൻ റൂമിൽ പോയിരിക്കും, അവർക്കൊന്നുമില്ല, ബിഗ് ബോസ് എന്തെങ്കിലും പറഞ്ഞാൽ മതി, അവർ ഭയങ്കര സമാധാനമാവും. എനിക്കൊന്ന് രേണുസുധി ആ ഒരു അവസ്ഥയിലായപ്പോൾ ബിഗ് ബോസിനോട് പോയിട്ടാണ് പറയുകയാണ് അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, മകനെക്കുറിച്ചുള്ള കൺസേൺ, കുട്ടികളെക്കുറിച്ചുള്ള കൺസേൺ. അവർ ലോസ്റ്റാണ് കംപ്ലീറ്റ്ലി. ഇപ്പം ഞാൻ പറഞ്ഞു, അവർ ഇത്രയും ചിന്തിക്കുന്ന ഒരാളാണ്, മകളെയും കുട്ടികളെയും കുറിച്ച് അവർ ഭയങ്കര കണ്ടൻറ് ഉണ്ടാക്കാൻ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അവർ എന്ത് ചെയ്യുമായിരുന്നു, ലാലേട്ടൻ്റെ എപ്പിസോഡിൽ മകൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ മകനൊരു വിഷു കൊടുക്കുമോ ലാലേട്ട എന്നുള്ളൊരു കണ്ടൻറ്റ് വരെ അവർക്ക് പിടിക്കാമായിരുന്നു. അവർ ആ കണ്ടൻറ്റ് പിടിച്ചില്ല അല്ല, അവർക്ക് അതിനുള്ള ബോധമല്ല അവിടെ, അതിനായി അടിച്ചു പോയി രേണുസുധി. അങ്ങനെ ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധി പോലും അവർക്ക് വരുന്നില്ല. ഇനി ഇപ്പോൾ ആദിൽ നൂറേയും കേക്ക് ചോദിക്കുന്നുണ്ട്, അതിലേടെ ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ട്. മേ ബി ഇനി ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റ് പുറത്ത് അമ്മയുടെ അച്ഛൻ്റെയോ ബർത്ത്ഡേ ആണെന്ന് ഒരു വിഷു കൊടുക്കുമോ ലാലേട്ടാന്ന് ചിലപ്പോൾ ഏതെങ്കിലും സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ ചോദിക്കാം. രേണുസുധി നിങ്ങളത് ആലോചിച്ചു, ആ കണ്ടൻറ്റ് വരെ മിസ്സായി. മനസ്സിലായോ? ഋതപ്പൻ്റെ ബർത്ത്ഡേ അതിൻ്റെ കണ്ടൻറ്റ് വരെ അവർക്ക് പോയി. അവർക്ക് ഇപ്പോഴും ആ ഒരു ലൂപ്പ്, അവരുടെ കണ്ടൻറ്റ് ലൂപ്പ് ഇത്രയേ ഉള്ളൂ അവർക്ക് പുറത്തുനിന്ന് കിട്ടിയത്. സുധിച്ചേട്ടൻ കുട്ടികൾ കരച്ച് ഇത്ര ലൂപ്പേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അത് പഠിച്ചേ അവർ വന്നുള്ളൂ. അതൊരു 2 ആഴ്ച കൊണ്ട് തീർന്നു ഇൻ ദ മീൻസ് അവർക്ക് മനസ്സിലായി അത് നടക്കുന്ന കേസല്ല, അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത്. ഇപ്പം അവർക്ക് ഒന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, റോക്ക് ബോട്ടം ലെവലിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ചത്ത് മലച്ച് കിടക്കുകയാണ് അവിടെ രേണുസുധി എന്ന് പറഞ്ഞിട്ട്. അവർക്ക് വയ്യ സത്യത്തിൽ. അവരിപ്പോൾ മാസ് കാണിക്കാൻ അല്ലെങ്കിൽ സ്വയം സെൽഫിന് വേണ്ടിയിട്ട് മറ്റേ മോട്ടിവേഷന് വേണ്ടിയിട്ടോ ആ ലെവലിലൊന്നും സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് കൺഫെഷൻ റൂമിൽ കയറിയിട്ട് അവരിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചെങ്കിൽ, എങ്ങനെയെങ്കിലും ഇന്നൊന്ന് ഇറക്കി വിടും മക്കളെ, ഇന്നെങ്ങൾ നിർത്തല്ലേ എന്നുള്ളതുകൊണ്ട് പറയാൻ തോന്നുന്നുണ്ട്. അവർക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഫിസിക്കൽ ടാസ്ക് അവരെ കൊണ്ട് നടക്കില്ല, മൈൻഡ് ഗെയിംസ് അവരെ കൊണ്ട് നടക്കില്ല. അവർക്ക് ഇവിടെ പറഞ്ഞ ശൈത്യ പോലെ അല്ലൊന്നും അങ്ങനെയൊന്നും ആവാൻ അവർക്ക് പറ്റില്ല. ഈവൻ അവിടുത്തെ അനുമോളെ പോലെയെങ്കിലും അവർക്കൊന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്കാനോ പിന്നെ കരയാനോ അവർക്ക് പറ്റില്ല. ഫൈറ്റ് ചെയ്തൊക്കെ തുടങ്ങി തന്നെ കകപ്പൂക്കാരൻ 2 വട്ടം പറയും, പിന്നെ അവർ ബൾബ് ഫ്യൂസ് അടിച്ച് പോയ നിൽക്കും. അവരത്രയേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരൊന്ന് ഭയങ്കരമായിട്ട് അവിടെ ലൈവിലൊക്കെ സീനായിരുന്നു കൺഫെഷൻ റൂമിനകത്ത്.
ഈ കൺഫെഷൻ റൂമിനകത്ത് കയറുന്ന കണ്ടൻറ്റ് പിടിക്കാനല്ലേ എന്ന് പലരും ചോദിക്കും. അത് ശരിക്കും കണ്ടൻറ്റിനേക്കാൾ ഉപരി അവിടെ സർവൈവ് ചെയ്ത് പോകുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയട്ടടേ എന്ന് പറഞ്ഞിട്ട് കയറി പോകുന്നതാണ് ഇവരൊക്കെ. മനസ്സിലായോ? അങ്ങനെയെങ്കിലും ഒരു സമാധാനം കിട്ടട്ടെ, ബിഗ് ബോസ് എന്തെങ്കിലും പറയട്ടെ എന്നുള്ള രീതിക്ക്. പിന്നെ അവിടുന്ന് ഇങ്ങനെ കരഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ട് ഇറങ്ങി വരുന്നവർക്ക് ORS ഒക്കെ കൊടുക്കും, മറ്റേ ആപ്പിൾ ഡ്രിങ്കില്ലേ, ആ സാധനം കിട്ടും. അത് കിട്ടാൻ വേണ്ടി കയറുന്നവരുണ്ട് ചില സീസണിൽ. ആ സാധനം കിട്ടുമ്പോൾ ഒരു എനർജി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസ് ആ സാധനമൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ ഇറക്കി വിടും. മനസ്സിലായോ? അപ്പോൾ അത് കിട്ടാൻ വേണ്ടി കയറുന്നവരുണ്ട്, അത് കാട്ടുകള്ളന്മാർ, അത് പോട്ടെ. ഇത് എനിക്ക് തോന്നുന്നു രേണുസുധീൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ആ വീട്ടിൽ എനിക്ക് ഇവരാണ് പുറത്തു പോകാൻ തോന്നുന്നു. ഇവർക്ക് വയ്യ, ഇവർക്ക് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇവരെ ഇനി നാട്ടുകാരായിട്ട് വോട്ട് ചെയ്ത് ഇനിയും പിടിച്ചു തരാം. ഒരു നല്ല വോട്ടും ഉണ്ട് കേട്ടോ ഇവർക്ക്. ഒരു പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിലും ഒരു നല്ല വോട്ടുണ്ട്. നാട്ടുകാർ ഇതേപോലെ അവരെ സ്നേഹിക്കുന്നവരോ ഒക്കെ അവരെ പിടിച്ച് നിർത്തിയാലും ഇനിയിപ്പോൾ PR ആയിട്ട് നിർത്തിയാലും ഇവർ ചിലപ്പോൾ വയ്യാന്ന് പറയും ഇവരായിട്ട് ക്വിറ്റ് ചെയ്ത് പോരുന്നൊരവസ്ഥയ്ക്ക് കാര്യങ്ങൾ ചെല്ലും. ഇതുകൊണ്ട് അതാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഒരു നിൽക്കും തോന്നുന്നില്ല. ഇവർ പുറത്ത് വന്നാൽ കണ്ടൻറ്റാ, പുറത്ത് ഇപ്പോഴും ഇവരെ കണ്ടൻറ്റ് ഓടുന്നുണ്ട്. ഒരു ബിഷപ്പൊക്കെ വന്നിരുന്നിട്ട് ഓടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു കണ്ടൻറ്റ്. മനസ്സിലായോ? ഇതൊക്കെ പറയുമ്പോഴും ചില സമയത്ത് ഇവർ ഓണാവുന്നുണ്ട്, ആ സമയത്ത് ഇവർ കുറേ മാനിപ്പുലേറ്റഡ് കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. അല്ലാത്ത സമയത്ത് ഇവർ ഓഫാണ്. ഇവരിതിനിടയിൽ ആ ഡിവോഴ്സിൻ്റെ പ്രശ്നം അക്ബറും ഷാരിഖയും അനീഷൊക്കെ സീൻ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, കയ്യിൽ നിന്നേ പോയി ഇവരിത്. ഞാനും ഡിവോഴ്സ് കഴിഞ്ഞാണല്ലോ, എനിക്കും ആദ്യത്തെ ഒരു റിലേഷൻ ഉണ്ടായതാണല്ലോ. ഇവർ പറയാൻ വെച്ചതാ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ എങ്ങാണ്ട്. അത് ബിഗ് ബോസ് പൊളിച്ചു കൊടുത്ത്. ബിഗ് ബോസ് അച്ഛൻ്റെ ചീട്ട് കൊടുത്ത് കൈ കൊടുത്തിട്ട് ആ കണ്ടൻറ്റും പോയി കിട്ടി. ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് ലോസ്റ്റാണ് ഇവർക്ക് എന്ത് പറയാമെന്ന് രേണുസുധിക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയിലാണ് രേണുസുധി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ ഒരു സൈഡിലൊരു ഇമോഷണൽ സാധനം ഇങ്ങനെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ആദിലാനോറയുടെ കേസ് ഞാൻ പറഞ്ഞല്ലോ, അത് ഭയങ്കരമായിപ്പോയി അവർക്ക്. ആ ഒരു ഉമ്മ, അതായത് അക്ബറിൻ്റെ ഉമ്മ പറയും, ഒരു ഉമ്മ പറയുന്നതൊക്കെ എന്ന് പറയുമ്പോഴല്ലോ, അവർ ഓൾറെഡി ഫാമിലിയൊക്കെ ലോസ്റ്റായി ഭയങ്കരമായിട്ട് തകർന്നിരിക്കുമ്പോൾ അവരതിനകത്ത് ഫാമിലി ആയിട്ട് കാണും. ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മളെല്ലാവരും ഫാമിലിയാണ്. അടിച്ചാലും തല്ലുണ്ടാക്കിയാലും ഒക്കെ നമ്മൾ ഫാമിലിയാണ്. ഫാമിലി ആയിട്ട് കാണുന്നവരുടെ പുറത്തുള്ള ഫാമിലി കൂടി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് അറിയുമ്പോണ്ടല്ലോ, അതൊരു ഹെവി ഇമോഷണൽ ബാഗേജാണ്. അത് പുറത്തിറങ്ങിയാലും അവർക്ക് ആ സാധനം ഇങ്ങനെ ഇനി ആ കാണുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പുറത്തിറങ്ങിയിട്ട് എല്ലാവരും മീറ്റപ്പും ഫാമിലിയും നമ്മളെ സീസണിലൊക്കെ നമ്മൾ കാണുന്ന പോലെ എല്ലാവരും തമ്മിലൊക്കെ കാണൂടെ. കാണുന്നൊക്കെ സമയത്ത് എങ്ങനെ ഫേസ് ചെയ്യും ഇവർക്ക് ഭയങ്കര ഫേസ് ചെയ്യാൻ മടിയായിരിക്കും ബാക്കിയുള്ളവരുടെ ഫാമിലിനെയൊക്കെ. നമ്മളെക്കുറിച്ച് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇതൊരു വല്ലാത്ത ഇമോഷണൽ സ്പേസാണ്. അത് ഭയങ്കരമാണ്. അത് അനുഭവിക്കുന്നവർക്ക് അത് കണക്റ്റ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് കൊണ്ടും ഇങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്ന ആളുകളോട് കുറച്ചും കൂടി അവരുടെ പ്രശ്നങ്ങൾ കേട്ടും അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾ കേട്ടും സങ്കടങ്ങൾ കേട്ടൊക്കെ നിൽക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് കണക്റ്റായി. ഓക്കെ, അവർ പോട്ടെ, അവർ ആ വഴിക്ക് ഇങ്ങനെ ബട്ടർഫ്ലൈസ് പോട്ടെ. കണ്ടൻറ്റ് തരികയാണെങ്കിൽ അവരവിടെ നിൽക്കട്ടെ, കണ്ടൻറ്റ് തരില്ലെങ്കിൽ അവർ പോട്ടെ. ഓക്കെ, അല്ലാതെ ഇങ്ങനത്തെ സാധനങ്ങൾ അവരുടെ ജെൻഡർ അല്ലെങ്കിൽ അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരാളൊന്ന് അങ്ങനെ മതപരമായിട്ടൊക്കെ നോക്കിയിട്ട് അവരെ ഹേർട്ട് ചെയ്യുന്നതിലൂടെ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ബാക്കി യുവർ ഒപ്പീനിയൻ യു ക്യാൻ സേ ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്.